മറാത്ത സൈന്യം ഹൈദരാബാദ് നൈസാമിനെ പരാജയപ്പെടുത്തുക മാത്രമല്ല, പൊടി പോലുമില്ലാതെ തകർത്തെറിയുകയും ചെയ്തു. 1795 ഖർദ യുദ്ധത്തിൽ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ അപമാനമെന്ന് വിശേഷിപ്പിക്കാവുന്ന വിധം ദയനീയമായാണ് നൈസാം പരാജയപ്പെട്ടത്. ബ്രിട്ടീഷുകാരുടെ പിന്തുണയും ആധുനിക ആയുധബലവും തനിക്ക് അജയ്യത നൽകുമെന്ന് നൈസാം വിശ്വസിച്ചിരുന്നു. ലംഘിക്കപ്പെട്ട ഒരു വാഗ്ദാനത്തിലായിരുന്നു ഈ യുദ്ധത്തിന്റെ വിത്തുകൾ ഒളിഞ്ഞിരുന്നത്. ടിപ്പു സുൽത്താനെതിരെയുള്ള യുദ്ധത്തിന് ശേഷം മറാത്തകൾക്ക് നൽകേണ്ടിയിരുന്ന ചൗത്ത്, സർദേശ് നികുതികൾ നൈസാം നിർത്തലാക്കി. നാനാ ഫഡ്നാവിസ് ഈ തർക്കം സമാധാനപരമായി പരിഹരിക്കാൻ ശ്രമിക്കുകയും ഗോവിന്ദറാവു പിംഗ്ലെ, ഗോവിന്ദറാവു കാലെ എന്നിവരെ ദൂതന്മാരായി അയക്കുകയും ചെയ്തു. എന്നാൽ നൈസാം അവരെ അപമാനിച്ച് തിരിച്ചയച്ചു. എന്ന് മാത്രമല്ല, മറാത്തകളിൽ നിന്ന് തിരിച്ചങ്ങോട്ട് പണം ആവശ്യപ്പെടുകയും ബ്രിട്ടീഷുകാരുടെ മധ്യസ്ഥത തേടി തന്ത്രപരമായ നീക്കം നടത്തുകയും ചെയ്തു. 3 വർഷം നീണ്ടുനിന്ന നയതന്ത്ര ചർച്ചകൾക്കിടയിൽ നൈസാം രഹസ്യമായി തൻ്റെ സൈന്യത്തെ 2 ബറ്റാലിയനിൽ നിന്ന് 23 ബറ്റാലിയനായി ഉയർത്തി. ഫ്രഞ്ച് ഉദ്യോഗസ്ഥരുടെ കീഴിൽ 45,000 കാലാൾപ്പടയും 45,000 കുതിരപ്പടയും അടങ്ങുന്ന വൻ സൈന്യത്തെ അദ്ദേഹം സജ്ജമാക്കി. ഇതിനു പുറമെ ഏകദേശം 100,000-ഓളം പീരങ്കികളുള്ള കൂറ്റൻ പീരങ്കിപ്പടയും അദ്ദേഹത്തിനുണ്ടായിരുന്നു. ബ്രിട്ടീഷ് ഉറപ്പുകളിൽ വിശ്വസിച്ച് നൈസാം മറാത്ത സാമ്രാജ്യത്തെ യുദ്ധത്തിന് വെല്ലുവിളിച്ചു. നൈസാം വിദേശ ശക്തികളിൽ അഭിമാനം കൊണ്ടപ്പോൾ നാനാ ഫഡ്നാവിസും പേഷ്വ സവായ് മാധവറാവുവും അസാധ്യമായത് സാധ്യമാക്കി. അവർ സിന്ധ്യ, ഹോൾക്കർ, ഗെയ്ക്വാദ്, ഭോസ്ലെ എന്നിവരെ ആഭ്യന്തര തർക്കങ്ങൾ മറന്ന് അവസാനമായി കാവിപ്പതാകയ്ക്ക് കീഴിൽ ഒന്നിപ്പിച്ചു. 1795 ജനുവരിയിൽ മറാത്ത സൈന്യം ഖർദയിലെ സമതലങ്ങളിൽ നൈസാമിനെ തന്ത്രപരമായി വളഞ്ഞു. മാർച്ച് 11 ഒരു ദിവസം നീണ്ടുനിന്ന പോരാട്ടത്തിന് ശേഷം രാത്രിയായപ്പോൾ മറാത്തകൾ തങ്ങളുടെ തുറുപ്പുചീട്ട് പുറത്തെടുത്തു. ഇരുട്ടിന്റെ മറവിൽ അതിശക്തമായ ഒരു ഗറില്ല യുദ്ധം ആരംഭിച്ചു. മറാത്തകളുടെ മിന്നലാക്രമണത്തിൽ നൈസാമിന്റെ ആധുനിക സൈന്യം ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീണു. മറാത്തകളുടെ രൗദ്രരൂപം കണ്ട് ബ്രിട്ടീഷുകാർ തങ്ങളുടെ പിന്തുണ പിൻവലിച്ചു. ജീവൻ രക്ഷിക്കാനായി നൈസാം പിൻവാങ്ങി ഖർദ കോട്ടയ്ക്കുള്ളിൽ ഒളിച്ചു. 17 ദിവസത്തെ ഉപരോധത്തിന് ശേഷം ഭക്ഷണവും വെള്ളവും തീർന്നതോടെ നൈസാമിന് കീഴടങ്ങുകയല്ലാതെ മറ്റു വഴികളില്ലായിരുന്നു. കരാർ പ്രകാരം 3 കോടി രൂപ യുദ്ധ നഷ്ടപരിഹാരമായി നൽകാനും ദൗലത്താബാദും ഔറംഗാബാദും ഉൾപ്പെടെയുള്ള പ്രധാന പ്രദേശങ്ങൾ മറാത്തകൾക്ക് വിട്ടു നൽകാനും അദ്ദേഹം നിർബന്ധിതനായി. ഭാരതീയ യുദ്ധതന്ത്രത്തിൻ്റെയും ഐക്യത്തിൻ്റെയും അനശ്വരമായ ഇതിഹാസമായി ഖർദ യുദ്ധം ഇന്നും നിലനിൽക്കുന്നു.